തൃശൂരിൽ വീണ്ടും ഷിഗല്ല. അരിമ്പൂരിൽ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ദമ്പതികളുടെ ആരോഗ്യം തൃപ്തികരമാണ്. ഇതോടെ ജില്ലയിൽ 7 പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ലെവിൻ. സേതു, തൃശൂരിൽ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7ആയി മാറുകയാണ്. 4 പേർ കുട്ടികളാണ്, 2 പേർ മുതിർന്ന ആളുകളാണ്, ഒരാൾ മരണപ്പെട്ടു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി തൃശൂർ വടക്കാഞ്ചേരി, അരിമ്പൂർ, കൊടകര തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് 7 പേർക്ക് അസുഖബാധ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 2 പേരുടെ രോഗമാണ് സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളവർ 2 പേരും ദമ്പതികളാണ് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയങ്ങളും വൃത്തങ്ങളും നൽകുന്ന അറിയിപ്പ്. ഇതോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്താനും ജലാശയങ്ങളും പരിസര പ്രദേശങ്ങളും ശുചീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങൾക്കും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ്, NHM തുടങ്ങിയ സംവിധാനങ്ങൾക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ജില്ലയിൽ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കോഴിക്കോടിനും വയനാടിനും പിന്നാലെ തൃശ്ശൂരിലാണ് പിന്നീട് 3ാമത് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത ജില്ല. അവിടെ ആദ്യം 2 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 7 കേസുകളായി ഉയർന്നിട്ടുണ്ട്. ഒരാളുടെ മരണവും സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും മഴക്കാലം കൂടി വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ശക്തമാകാനിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കുന്നത് ജില്ലയിലെ ആരോഗ്യ വകുപ്പിനും പ്രതിരോധ സംവിധാനങ്ങൾക്കുമെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുന്ന സംഭവമാണ്. ഏതായാലും ജനങ്ങൾ കർശനമായ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.